ബർത്ത്ഡേ. ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് പപ്പൂസിൻ്റെ 5th ബർത്ത്ഡേ വ്ളോഗാണ്. ഇത് December 13 കേട്ടോ അവൻ്റെ ബർത്ത്ഡേ. ഞാൻ പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഇതിലിപ്പോൾ ബർത്ത്ഡേ ഷോപ്പിങ്ങും അതുപോലെ ഞങ്ങളുടെ കുഞ്ഞ് സന്തോഷം എന്ന് പറയാം, ചെറിയൊരു കേക്ക് കട്ടിങ് ആയിട്ടും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അതുപോലെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ചെറിയൊരു ഷോപ്പിങ്ങേ ഉള്ളൂ, കാര്യമായിട്ട് വലിയ ഷോപ്പിംഗ് ആയിട്ടൊന്നുമില്ല. പപ്പൂസിന് ഡ്രസ്സ് വാങ്ങാനുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കേക്ക് കൂടെ വാങ്ങുന്നുണ്ട് കേട്ടോ. കേക്ക് ഇന്ന് തന്നെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. നാളെ ഏതായാലും വന്നിട്ട് വാങ്ങൽ നടക്കില്ല, അപ്പോൾ പിന്നെ ഇന്ന് തന്നെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സ് എടുക്കാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന പോക്കലായിട്ട് അങ്ങനെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. മുകളിൽ പോയിട്ട് ഇതാ ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് നിൽക്കലാണ്. ബോയ്സ് സെക്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പോകുന്ന പോക്കിൽ തന്നെ ഇതാ ഫ്രണ്ടിൽ വെസ്റ്റേന് വരുന്നത് ന്യൂ ബോൺ സെക്ഷൻ ആണല്ലോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കാണാൻ ക്യൂട്ടാണല്ലോ, അങ്ങനെ അതൊക്കെ കാണും. പിന്നെ അതേപോലെ ഹൈൻ്റെ ഈ ഒരു സെക്ഷൻ എത്തിയാൽ ഹൈയും സ്റ്റോപ്പ് ആവും കേട്ടോ. ഓൾക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഓരോന്ന് എനിക്കെടുത്ത് കാണിച്ചല്ലാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു ആദ്യം പപ്പൂസിൻ്റെ കൈയ്യട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാമെന്ന് പറയുന്നു കേട്ടോ. ഓൾക്കറിയാം എന്തെങ്കിലുമൊക്കെ നോക്കി ലാസ്റ്റ് എടുത്ത് കൊടുക്കുന്നുള്ളത്. അങ്ങനെ പപ്പൂസിന് ഇത് ഡ്രസ്സും ഇതൊക്കെ നോക്കാനായിട്ട് നിൽക്കലാണ്. എനിക്ക് പിന്നെ പപ്പൂസിനെ എടുക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം ഹൂഡി ടൈപ്പ് തന്നെയാണ്. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് നോക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ വന്നിട്ട് അങ്ങനെ നോക്കലായിരുന്നു. ടീഷർട്ടും അതുപോലെ ഷോർട്സും കൂടി സെറ്റായിട്ട് വരുന്നതൊക്കെ ഉണ്ടോ. പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ പോലെയാണ്. ഓന് അത്ര തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓനക്ക് പിന്നെ ഇട്ടാലും നല്ലൊരു ഇതായി തോന്നൽ ഹൂഡിയാണ്. അതിട്ടാലും എന്തോ ഒരു ക്യൂട്ടായ പോലെ തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ തിരിഞ്ഞതാ ഞാൻ പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് തന്നെ വന്നിക്കണം. ഇത് പപ്പൂസിൻ്റെ സൈസിൽ വരുന്ന ഹൂഡിയാണ് കേട്ടോ. അങ്ങനെ അതിൽ എനിക്കിഷ്ടപ്പെട്ട കളേഴ്സും ഇതൊക്കെ ഞാൻ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ട്രെൻഡി കളേഴ്സും വരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കലായിരുന്നു. ആദ്യം കുറേ സെലക്ട് ചെയ്യും, എന്നിട്ട് പിന്നെ ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ഒന്നാട്ടോ എടുക്കലുള്ളത്. അങ്ങനെ കുറച്ചതാ ഞാനിങ്ങനെ എടുത്ത് നോക്കലും ഓനിക്കിങ്ങനെ സൈസൊക്കെ വെച്ച് കറക്റ്റ് ആക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ പപ്പൂസിൻ്റെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൈമോൾ പിന്നെ വന്നപ്പോൾ തുടങ്ങിയിരിക്കണല്ലോ ഓൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ പപ്പൂസിനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ പാടെ ഓൾക്കുള്ളതൊക്കെ നോക്കലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് പിന്നെ ഞാൻ കുറേ ഒന്നും ട്രയൽ ചെയ്ത് നോക്കാൻ തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ അവിടെ നിന്നൊരു ഫ്രോക്ക് എടുത്തേ. പിന്നെ ലേഡീസ് സെക്ഷനിലേക്കൊക്കെ വെറുതെ ഒന്ന് പോയിരുന്നു, പക്ഷെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആകെ പപ്പൂസിനും ഹൈക്കുള്ള ഡ്രസ്സേ വാങ്ങിയിട്ടുള്ളായിരുന്നു. പിന്നെ താഴെ ഇറങ്ങി ഇനിയിപ്പോൾ കേക്ക് വാങ്ങാനായിട്ടുണ്ട്. കേക്കും അതുപോലെ കുറച്ച് 1-2 ഐറ്റംസും കൂടി എടുക്കാനായിട്ടുണ്ടായിരുന്നു. ചിക്കനും അതുപോലെ പാലൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ആ കേക്കും കൂടി എടുക്കുന്നുണ്ട്.
അപ്പോൾ കേക്ക് ഇങ്ങനെ ഞാൻ നോക്കിയായിരുന്നു അവൻ്റെ ഡ്രസ്സൊക്കെ ഒരു ചെറുതായിട്ടൊരു മാച്ചൊക്കെ കഴിയുകൊണ്ടുള്ളൊരു ഇതൊക്കെ എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഓരോ കേക്കൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ ഇനിയിപ്പോൾ ഇതിമൊന്ന് പേര് എഴുതാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനും വേണ്ടിയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കിയിരുന്ന. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞാണി വന്നിരുന്ന് പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ വിട്ടിട്ട് പോയതിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ എന്തായാലും കുറച്ച് ലേറ്റ് ആവും എന്നറിയാം. അപ്പോൾ പിന്നെ ഇവിടെ വിട്ടിട്ട് പോയതിരുന്ന. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ കുഞ്ഞാണി വന്നു. പിന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്, ബർത്ത്ഡേൻ്റെ ദിവസം. അപ്പോൾ കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിയപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാനും അപ്പോൾ ഡെക്കറേഷനൊക്കെ ഉള്ളത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്ത് വീഡിയോസും റീൽസൊക്കെ ആയിങ്ങാണ്ട് അങ്ങനെ അതൊക്കെ എടുത്തിരുന്ന. പിന്നെ ആരുമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ചെറിയൊരു സന്തോഷം എന്ന് പറയാം. കുട്ടികൾക്കൊരു രസമാണല്ലോ ഇങ്ങനെ ബർത്ത്ഡേൻ്റെ അന്നൊക്കെ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാനും അങ്ങനെ ഫോട്ടോസും ഇതൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം കേക്കൊക്കെ വാങ്ങി, ഡ്രസ്സും പുതിയത് വാങ്ങി, അങ്ങനെ വെറുതെ അല്ലാതെ വേറെ പുറത്തുനിന്ന് ആരും വരുന്ന ഒന്നുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പുറത്ത് പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. രാത്രി ഇതാ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. രാത്രി തന്നെ ഇരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്തതും. ഉച്ചയ്ക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, നോർമൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ഇതാ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ ഇതാ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുള്ളത്. പപ്പൂസിനോട് ചോദിച്ചാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഓനക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ അതന്നെ ആക്കി. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ എന്ന് പറയാം. വലിയ സെലിബ്രേഷൻ എന്നല്ല, എന്നാലും ചെറിയൊരു സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്, അസ്സലാമു അലൈക്കും.